വിചാരിക്കും നിങ്ങളുടെ കിഡ്നികൾ വർക്കാതെ നിന്നു, അല്ലെങ്കിൽ ഒരു കണ്ണ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പിന്നെ ഓരോരോ ഓർഗൻസ് അഫക്റ്റ് ആയിക്കൊണ്ട് പോവുക, ഇൻക്ലൂഡിങ് ഹാർട്ട്, പിന്നെ നിൽക്കാൻ പറ്റാതെ ആവുന്നു. അങ്ങനെ കുറെ കാര്യം SLE എന്നൊരു ഡിസീസിലുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇത് അഫക്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവളും അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് പോയി ചോദിക്കാം. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സേറ 10ലാണ് പഠിക്കണത്. സ്കൂൾ തുടങ്ങിയപ്പോൾ ഇവൾക്ക് 2 മാസമേ വരാൻ പറ്റിയിട്ടുള്ളൂ. ഒക്ടോബർ 7 മുതൽ ഓഗസ്റ്റ് 7 മുതൽ ഇവൾക്ക് SLE എന്നൊരു രോഗം ബാധിച്ചതാണ്. എല്ലാത്തിലും ആക്റ്റീവായിരുന്ന ഇയാള് പെട്ടെന്ന് ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ടിട്ട് പെട്ടെന്ന് ക്ലാസ്സിൽ വരാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ വർഷമൊക്കെ NCC കാഡറ്റ് ആയിരുന്നു ആള്. യൂത്ത് ഫെസ്റ്റിൽ ഉണ്ടെങ്കിലും ആനുവൽ ഡേ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഭയങ്കരമായിട്ട് ആക്റ്റീവായൊരു ആളായിരുന്നു. പക്ഷേ ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസം ഇപ്പൊ ആള് ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞങ്ങളെല്ലാവർക്കും അവൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിലുള്ള ഓട്സ് ആടി മിസ്സുമാർക്കും ഇഷ്ടമാണ്. അവൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ രോഗം ബാധിച്ചു 30 ലക്ഷം രൂപ വേണം അവളുടെ രോഗം. 30 ലക്ഷത്തിലേറെ വേണം ആ ഒരു രോഗത്തിന് വേണ്ടിയിട്ട്. നല്ലോണം പണം വരും, നല്ല കഴിവുള്ള കുട്ടിയാണ് അവള്. പാട്ട് പാടും എല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ രോഗം വന്നതിന് ശേഷം ഒരാൾക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡില് ഇങ്ങനെ കുറെ വീഡിയോസ് ഇങ്ങനെ വരും, പക്ഷെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ രോഗം നിൽക്കുന്ന എന്താവും. അതുകൊണ്ട് പറ്റുന്ന 1 രൂപയാണ് 1 രൂപ അത്രയായിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഈ QR കോഡ് ആണെങ്കിലും അല്ലെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ആണെങ്കിലും പറ്റുന്ന അത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. അപ്പൊ നിങ്ങൾ പറ്റാവുന്ന അത്രയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ. ആ വാക്സിൻ വേണം. അത് പുറത്തുനിന്ന് കൊണ്ടുവരണം. ഇവിടെ അത്രയില്ല. നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇവിടെ അത്രയില്ല SLE വാക്സിൻ. സോ അതിന്റെ ഒരു അത്ര ആൾക്കൊക്കെ വരാത്തൊരു രോഗം ടൈപ്പാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം. പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെ സാധാരണ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല, പക്ഷെ നിങ്ങളൊന്ന് പറ്റും എന്ന് നിങ്ങൾ പറ്റുവാണെങ്കിൽ 1 രൂപയല്ല, ഇറ്റ് വിൽ ബെറ്റർ അ ലോട്ട്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുക എന്നുള്ളത് മാത്രം ഇപ്പോഴുള്ള ചിന്ത. അവള് പാവ. അവളുടെ അസുഖം മാറി മറ്റു കുട്ടികളെ പോലെ അവൾക്കിപ്പോ നടക്കാനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവളുടെ മനസ്സിൽ. ദീനിലും വിശ്വസിക്കുന്ന എല്ലാവരും അള്ളാഹുവിനെ ഓർത്തിട്ട് എന്നെയും എന്റെ കുടുംബത്തെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കണം. എന്റെ മോളുടെ അസുഖം മാറാനായിട്ട് എല്ലാവരും ദുആ ചെയ്യുക.